CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ആഞ്ഞടിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തന്നെ വെട്ടിയത് ഭാര്യയ്ക്ക് വേണ്ടിയെന്നാണ് TK ഗോവിന്ദൻ മാതൃഭൂമി.com പ്രതികരിച്ചത്. 2021 വി ശിവദാസനെ സ്ഥാനാർത്ഥിയായി നിർണയിച്ച് പിന്നീട് MV ഗോവിന്ദൻ തളിപ്പറമ്പിലേക്ക് എത്തി. അതും ഇന്നത്തേതുപോലെയുള്ള ഗൂഢനീക്കമായിരുന്നുവെന്നും TK ഗോവിന്ദൻ ആരോപിക്കുന്നു. കുടുംബാധിപത്യത്തിനെതിരെ പലരും ശബ്ദിക്കാതിരിക്കുകയാണ് എന്നും കൂടി TK ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. എന്തുകൊണ്ടായിരിക്കും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് TK ഗോവിന്ദൻ എന്ന സമകാലികനായ സഖാവിനെ മറന്നുപോകുന്നത്? അതെന്താണെന്ന് പറഞ്ഞാൽ അതിപ്പോൾ എനിക്കതിനെപ്പറ്റി വ്യക്തമായി പറയാൻ കഴിയില്ല. എന്താ കാരണം, അതിൽ ഒന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വരണം എന്നുള്ളതുകൊണ്ട് എന്നെ തഴയുക എന്നുള്ളതായിരിക്കണം എന്നാണ് ഞാൻ ധരിക്കുന്നത്. മറ്റൊരു കാരണവുമില്ല. ഈ പട്ടിക ചർച്ച ചെയ്യുന്ന സമയത്ത് ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യ സുകന്യയുടെ പേര് ഉന്നയിക്കപ്പെട്ടിരുന്നോ എവിടെന്നെങ്കിലും? ഉണ്ട്. അവിടെ ഈ വനിതകൾ വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞ ഈ ടീച്ചറെ പേരാണല്ലോ പറഞ്ഞത്. അന്നേരം പറഞ്ഞു ടീച്ചർ നിന്നാൽ ജയിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് സുകന്യ മത്സരിക്കണമെന്ന് ചില ആളുകൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ ഇവിടെ നടന്ന ചർച്ചയും അഭിപ്രായങ്ങളും മേലെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടാണല്ലോ ആ സെക്രട്ടേറിയറ്റ് അവസാനിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയിൽ ഇവിടുന്ന് വെച്ച നിർദ്ദേശം അംഗീകരിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. നിർദ്ദേശത്തിൽ എന്താ ഉണ്ടായെന്ന് വിചാരിച്ചാൽ ഈ ഒരു പേരേ പോയിട്ടില്ല നിർദ്ദേശത്തിൽ. വിയോജിപ്പുകളൊന്നും എവിടെയും അവിടെ ഇല്ല. ഈ ഒരു പേരിലേ പോയിട്ടില്ലൂ. അവിടെ ഈ ഒരു പേരിലേ പോയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ. കുടുംബാധിപത്യവും പിന്തുടർച്ചയും അത് മോശം പ്രവണതയായിട്ട് മോശം പ്രവണത എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോൾ അങ്ങനെ പറയുന്നില്ല. അത് വിശദമായി പരിശോധിച്ചാൽ പല ദിക്കിലും അത് കാണാം. ഈ 2021 ഇതേപോലെയുള്ള സ്ഥാനാർത്ഥി നിർണയ സമയത്തും എന്തെങ്കിലും ഇതേപോലെയുള്ളൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു? 2021 അതും ഇതുപോലെ ചില കളി അതിന് പിന്നിലുണ്ടായിരുന്നു. അന്ന് നമ്മളെ ശിവദാസൻ, ഇപ്പോഴത്തെ MP രാജ്യസഭ ഈ ശിവദാസൻ അന്ന് അത്ര ഫെമിലിയറൊന്നുമല്ല. SFI നേതാവ് തളിപ്പുകാർക്കോ പറ്റില്ല, അങ്ങനെ ഒരു വ്യക്തിത്വമല്ല ശിവദാസൻ. എനിക്കാവണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ശിവദാസൻ്റെ നില ഗുണനിലയുടെ അംഗീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ എങ്ങനെ യാതൊരു ഇതും ഇല്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് എനിക്ക് പിന്നീട് ബോധ്യമായി അത് ശിവദാസനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല. പിന്നീട് ഇയാളാ വന്ന് ഗോവിന്ദ മാഷ് വന്നു. അപ്പോൾ ഗോവിന്ദ മാഷക്ക് വേണ്ടി കളിച്ച കളിയാതെന്നാ പിന്നെ എനിക്ക് മനസ്സിലായത്. ഇത്തരത്തിൽ നിലപാടുകൾ തിരിച്ചു പോയാൽ CPM ദുർബലപ്പെടും. അതുകൊണ്ട് ഒറ്റക്കാണെങ്കിലും എൻ്റെ ശബ്ദം CPM-നെ ശക്തിപ്പെടുത്തുക. അതൊരു ബംഗാൾ കേരള ആവാൻ പാടില്ല. ഈ ഒരു ഇതുകൊണ്ടാണ് ഇത്തരത്തിനെ നമ്മൾ എതിർക്കുന്നത്. ഭരണം ഉണ്ടാവും, ഭരണത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് സംഘടനയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുക. സംഘടന ശക്തമല്ലെങ്കിൽ ദുർബലപ്പെട്ടു കഴിഞ്ഞാൽ സച്ചിദാനന്ദ മാഷ് പറഞ്ഞതാണ് സംഭവിക്കുക. അതിനനുസരിച്ച് സംഘടനാപരമായിട്ടുള്ള ഈ ദൗർബല്യം പരിഹരിക്കാൻ ഒരു നടപടി ഇപ്പോൾ സ്വീകരിക്കില്ല. ഭരണത്തെ കേന്ദ്രീകരിക്കുക. ഇത് പാർട്ടിയെ നശിപ്പിക്കും.